ഫെബ്രുവരി 14 ലോക പ്രണയ ദിനമാണ്. ഈ പേര് കേൾക്കാൻ തന്നെ നല്ലൊരു സുഖമുണ്ടല്ലേ. പക്ഷേ ഇന്നത്തെ ലോകത്തിന് നഷ്ടപ്പെടുന്നത് പ്രണയമാണ്. നമ്മൾ മറ്റൊരാളെ നോക്കി ഐ ലവ് യു എന്ന് പറയുന്നവർക്ക് പോലും നഷ്ടപ്പെടുന്നത് ഈ പ്രണയമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പ്രണയ നൈരാശ്യത്തിൻ്റെ പേരിൽ, കാമുകി വേർതിരിഞ്ഞതിൻ്റെ പേരിൽ, അവർക്ക് മറ്റൊരു വിവാഹാലോചന വന്നതിൻ്റെ പേരിലൊക്കെ ഒന്ന് പൊരുതാതെ ആത്മഹത്യക്ക് പോലും വഴങ്ങിപ്പോകുന്നത്. പ്രണയത്തിൻ്റെ പേരിലുള്ള ആത്മഹത്യകൾ ഒരുപാട് വർദ്ധിച്ചു വരികയാണ്. അത് പ്രണയമില്ലായ്മയുടെ പ്രത്യേകതയാണ്. നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് ഒരു പണം കൊടുക്കണം. ഈ പണം ഈ കൊടുക്കേണ്ട ആൾ നമുക്ക് തന്നിട്ട് കൊടുക്കേണ്ടതാണോ? അല്ല. മറിച്ച് ഈ പണം നമ്മൾ സമ്പാദിച്ച് അധ്വാനിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഈ പണം വേണം നമ്മൾ കൊടുക്കാൻ. അപ്പം നമ്മളൊരാൾക്ക് പണം കൊടുക്കുന്നത് ആരുടെ കയ്യിലുള്ള പണമാണ്? നമ്മുടെ കയ്യിലുള്ള പണമാണ്. ഇതേപോലെ തന്നെയാണ് സ്നേഹവും. ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവനവൻ്റെ ഹൃദയത്തിൽ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട ഒന്നാണ്. ഒരുപക്ഷെ ഒരു മനുഷ്യൻ പലപ്പോഴും ഈ ക്രിയേഷനാണ് നമുക്കില്ലാതായി പോകുന്നത്. പലപ്പോഴും നമ്മൾ ധനികനാവണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ വീട്ടിലിങ്ങനെ ഇരിക്കുക, ഇപ്പം പണം വരും എന്നിങ്ങനെ കാത്തിരിക്കുക. അവിടെ ഒരു പണക്കാരനെ കാണുമ്പോൾ ആ പണം എൻ്റേതാണെന്ന് തെറ്റിദ്ധരിക്കുക. ഇതേ ഒരു അവസ്ഥ സ്നേഹത്തിൻ്റെ കാര്യത്തിലും ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും സ്നേഹത്തിൻ്റെ പേരിൽ പലർക്കും ജീവിതം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളും സ്വന്തം ജീവിതത്തോടുള്ള ഇഷ്ടങ്ങളില്ലാതായി പോകുന്നതും പ്രണയവുമായി ഒന്ന് പടങ്ങി നിൽക്കുമ്പോൾക്ക് നിരാശ പൂണ്ട് അവശ പൂണ്ട് ഉറക്കം കളഞ്ഞ് വിഷാദാവസ്ഥയിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങളും വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരാളെ പ്രണയിക്കണമെങ്കിൽ, സ്നേഹിക്കണമെങ്കിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തെടുക്കേണ്ടത് നമ്മൾ സ്നേഹത്തിൻ്റെ അസറ്റുകളാണ്. ഇത് സെൽഫ് ലവ് ആണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. നമ്മൾ നമ്മോട് തന്നെ ഇഷ്ടപ്പെടുക. നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു മൂലകേന്ദ്രം നമ്മളാവണം. നമ്മളോട് നാം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് സംഭവിച്ചാൽ പോലും ആ സ്നേഹം അവിടെ ആടി ഉലയാൻ പാടുള്ളതല്ല. അത് അവിടെ തന്നെ നിലനിൽക്കണം. അതാണ് സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ സ്നേഹം ഫസ്റ്റ് നമ്മളെപ്പോഴും നമ്മുടെ സെൽഫ് കെയറിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മളുടെ ആത്മപരിചരണം മെച്ചപ്പെടുത്തുക, നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി. ഞാൻ പറയുന്ന ഓരോ മനുഷ്യനും സൗന്ദര്യമുള്ളവരാണ്. ഓരോ മനുഷ്യനും 100 ജീവിക്കുന്ന മനുഷ്യന്മാരും സുന്ദരന്മാരും സുന്ദരികളുമാണ്. സൂപ്പർ സ്റ്റാറുകളും സൂപ്പർ ഹീറോയിനുകളുമാണ്. ഒരു മനുഷ്യൻ്റെ സൗന്ദര്യത്തിൻ്റെ കൺസെപ്റ്റ് അവനവനിൽ നിന്ന് തുടങ്ങുമ്പം അവനവൻ ഏറ്റവും ഭംഗിയുള്ളതായിട്ട് മാറും. ലോകസുന്ദരിമാരും ലോകസുന്ദരന്മാരും അത് കഴിഞ്ഞേ വരുള്ളൂ. ഫസ്റ്റ് നമ്മളാണ്. ആ വിശ്വാസം നമുക്കുണ്ടാവണം. മറ്റുള്ളവർ നമ്മുടെ സൗന്ദര്യത്തിന് എന്ത് മാർക്കിടുമെന്നോ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതോ നമുക്ക് നമ്മോടുള്ള സ്നേഹം ദൃഢമാവുമ്പം നിഷ്ഫലമാവും. അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടാവില്ല. ആ ഒരു സ്നേഹം കൾട്ടിവേറ്റ് ചെയ്യാൻ നമുക്കെല്ലാവർക്കും സാധ്യമാവണം. നമ്മുടെ സ്നേഹത്തിൻ്റെ മൂലകേന്ദ്രം നമ്മിൽ നിന്ന് ഉത്ഭവിച്ച് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുന്ന ഒന്നായി മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വാലൻറ്റൈൻസ് ഡേ നമ്മൾ ആഘോഷിക്കുകയല്ല, പക്ഷേ ഇതെല്ലാവരും ആഘോഷിക്കപ്പെടുന്നൊരു ആഘോഷമായതുകൊണ്ട് നമ്മൾ അവരോട് പറയാണ്, നമ്മൾ ഹൃദയത്തോട് കൈവെക്കുക. നിങ്ങളുടെ ഹൃദയ ചക്രത്തിൽ കൈവച്ചിട്ട് സ്വയം പറയാം, ഐ ലവ് മൈ സെൽഫ്, ഐ ലവ് മൈ സെൽഫ്, ഐ ലവ് മൈ സെൽഫ്. എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ, പച്ചക്കിരണങ്ങൾ ഒരു സൂര്യനിൽ നിന്ന് പ്രകാശം ജ്വലിക്കുന്നത് പോലെ നിങ്ങളിൽ നിന്ന് ജ്വലിക്കുന്നതായി ഇങ്ങനെ ചിന്തിക്കുക. നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നു. നിങ്ങളുടെ ഹൃദയ ചക്രയിൽ നിന്ന് ഉത്ഭവിച്ച ഈ സ്നേഹം നിങ്ങളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇങ്ങനെ ഒഴുകി 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 വളരെ മനോഹരമായ ഒരു തീരം പോലെ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും അതിങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിച്ച് നിങ്ങളുടെ ആർട്ടറീസ് വഴി നിങ്ങളുടെ ഹൃദയത്തിന് ചുറ്റും അതിങ്ങനെ വലയം ചെയ്യുകയാണ്. എന്നിട്ട് കൊറോണറി ആർട്ടറി വഴി നിങ്ങൾ മസ്തിഷ്കത്തിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ചിന്തകൾക്ക് സ്നേഹത്തിൻ്റെ സൗരഭ്യവും സൗന്ദര്യവും വരികയാണ്. എന്നിട്ട് നിങ്ങളുടെ രക്തക്കുഴലുകൾ സഞ്ചരിക്കുന്ന വഴികളിലൂടെയൊക്കെ നിങ്ങളുടെ കോശങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഓക്സിജനോടൊപ്പം നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ഓരോ കോശത്തിലേക്കും വ്യാപിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ സ്നേഹമാണ്. എന്നിട്ട് നിങ്ങളുടെ സ്നേഹം ആ ഹൃദയ ചക്രയിൽ നിന്ന് ഉത്ഭവിച്ച ആ സ്നേഹം പതിയെ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന നിങ്ങളുടെ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുകയാണ്. നിങ്ങളുടെ തൊട്ട് മുമ്പിൽ ഏറ്റവും ആരാണോ നിൽക്കുന്നത് അവരിലേക്ക് അത് വ്യാപിക്കുകയാണ്. നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് നിങ്ങളുടെ സ്നേഹം
ഒരു സൂര്യകിരണങ്ങളെപ്പോലെ, ഒരു മനോഹരമായ പ്രകാശകിരണങ്ങളെപ്പോലെ, അത് കസ്തൂരിമാൻ്റെ സുഗന്ധം പോലെ, ഏറ്റവും നല്ല പെർഫ്യൂമിൻ്റെ സുഗന്ധം പോലെ വ്യാപിക്കുകയാണ്. ആ സ്നേഹത്തിലേക്ക് ഒരു സമൂഹം കടന്നു വരികയാണ്. അത് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിനപ്പുറത്തേക്ക് നിങ്ങളുടെ സ്നേഹം വ്യാപിച്ച് പന്തലിക്കുകയാണ്. സൂര്യനിലേക്കും ചന്ദ്രനിലേക്കും നക്ഷത്രങ്ങളിലേക്കും ആകാശത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കും നിങ്ങളുടെ സ്നേഹം പടർന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി പതിയെ നിങ്ങളൊന്ന് ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച് പതിയെ കണ്ണു തുറക്കുന്നു. സ്നേഹമായി, ഏറ്റവും നല്ല സൗന്ദര്യമായി നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വീണ്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരികയാണ്. കണ്ണു തുറക്കുക. ഹാപ്പി വാലന്റൈൻ.